നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. ഗസ പിടിച്ചെടുക്കുന്നതിനായി ഇസ്രായേലിന്റെ കരയാക്രമണവും കനത്ത ബോംബാക്രമണവും. ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങൾ കൂട്ടപലായനം നടത്തുകയാണ്. 60-ലേറെ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഗസ കത്തുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പ്രതികരിച്ചു. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഗസയിൽ ശേഷിക്കുന്ന മനുഷ്യർ വീണ്ടും നിസ്സഹായരാകുന്ന ദയനീയ കാഴ്ച. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് ജനം കൂട്ടപലായനം തുടരുകയാണ്. പലായനം ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചിരിക്കുന്നത് അൽ റാഷിദ് തീരദേശ റോഡ് മാത്രമാണ്. നിരവധി കുടുംബങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബന്ദികളെ മനുഷ്യകവചമാക്കി ഇസ്രായേൽ ആക്രമണത്തെ ഹമാസ് പ്രതിരോധിക്കാനൊരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഉടൻ ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. വടക്കൻ ഗസയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് സൈനിക നടപടിയെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു. ഇതാദ്യമായാണ് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും വംശഹത്യയ്ക്ക് ഉത്തരവാദികളാണെന്ന് UN അന്വേഷണ കമ്മീഷൻ മേധാവി നവി പിള്ള വ്യക്തമാക്കി. ഇസ്രായേലി അധികൃതരുടെ പ്രസ്താവനയ്ക്ക് പുറമെ വംശഹത്യയ്ക്ക് സാഹചര്യ തെളിവുകളുമുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് വളച്ചൊടിച്ചതും വ്യാജവുമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇന്ത്യൻ വംശജയാണ് അന്വേഷണ കമ്മീഷൻ മേധാവി നവി പിള്ള. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഖത്തറിനെതിരെ ഇസ്രായേൽ ആക്രമണം അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഐക്യത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമാകുമെന്ന് സൂചന. 3 വർഷം നീണ്ട ഖത്തർ ഉപരോധത്തിനു ശേഷം ഇതാദ്യമായി അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഇത്രയും ശക്തമായ ഐക്യം രൂപപ്പെടുന്നത്. 5 ഹമാസ് നേതാക്കളടക്കം 6 പേർ കൊല്ലപ്പെട്ട ഇസ്രായേൽ ആക്രമണം ഖത്തറിന് മാത്രമല്ല ഗൾഫ് ഇസ്ലാമിക രാജ്യങ്ങൾക്കുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. 1990 ഓഗസ്റ്റ് ആദ്യം സദ്ദാം ഹുസൈൻ കുവൈത്തിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പു നൽകിയ അമേരിക്ക പിന്നീട് ഇസ്രായേലുമായി ചേർന്ന് നടത്തിയ നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒട്ടും തൃപ്തികരമായിരുന്നില്ല. ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിച്ച ശേഷവും ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തിയ നീക്കങ്ങൾ പരക്കെ വിമർശിക്കപ്പെട്ടിരുന്നു. താലിബാനും അമേരിക്കയും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ ദോഹയിൽ താലിബാൻ കാര്യാലയം തുറക്കാൻ മുൻകൈയെടുത്ത അമേരിക്ക പിന്നീട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട സംഘർഷത്തിന് അയവ് വരുത്തുന്നതിനും ഖത്തറിന്റെ മധ്യസ്ഥത ആവശ്യമായിരുന്നു. എന്നാൽ പിന്നീട് ഇതിന്റെ പേരിൽ തീവ്രവാദ ബന്ധം ആരോപിച്ച് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തിയപ്പോൾ അമേരിക്ക എരുതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാട് സ്വീകരിച്ചതും ലോകം കണ്ടു. 2017 3 വർഷം നീണ്ട ഖത്തർ ഉപരോധത്തിലാണ് ഇത് കലാശിച്ചത്. GCC രാജ്യങ്ങൾക്കിടയിൽ വലിയ ഭിന്നിപ്പിന് ഇതിടയാക്കിയെങ്കിലും അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഖത്തറിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണം തടയാൻ അമേരിക്കക്ക് കഴിയാതിരുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ പുനരാലോചനയ്ക്ക് വഴിവെക്കും. ഹമാസ് നേതാക്കളെ ഖത്തറിന്റെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തില്ലെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉറപ്പ് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്ക നൽകിയ വാഗ്ദാനവും സെപ്റ്റംബർ 9 നടത്തിയ ഖത്തർ ആക്രമണത്തോടെ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തിവന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിലും ഇസ്രായേലിന്റെ അധിനിവേശ ശ്രമങ്ങൾക്ക് തടയിടുന്നതിനും ചെറുവിരലനക്കാൻ തയ്യാറാവാതിരുന്ന അമേരിക്ക പിന്നീട് അബ്രഹാം കരാറുണ്ടാക്കി ഇസ്രായേലും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായുള്ള ബന്ധം നല്ല നിലയിലാക്കാൻ നടത്തിയ ശ്രമങ്ങളും സതുദ്ദേശത്തോടെയല്ല വിലയിരുത്തപ്പെട്ടത്. 2020 അമേരിക്ക മുന്നോട്ട് വെച്ച അബ്രഹാം കരാറിൽ ഈജിപ്ത്, ജോർദാൻ, മൊറോക്കോ, UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ചെങ്കിലും ഖത്തറും സൗദിയും ഒമാനും കുവൈത്തും മുഖം തിരിഞ്ഞു നിന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കനത്ത തിരിച്ചടിയായി. ഏതായാലും ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും പ്രസ്താവനകൾക്കപ്പുറം ഒരു വീണ്ടുവിചാരത്തിന് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ആക്രമണം വലിയ അളവോളം കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യമൻ സൗദി അതിർത്തിയിൽ നിന്നും അൻവർ പാലേരി, 24. സൗദിയിൽ അനധികൃത ടാക്സി സർവീസുകൾക്കെതിരെ നടപടി ശക്തമാക്കി. നിയമവിരുദ്ധമായി ട്രാൻസ്പോർട്ടേഷൻ സർവീസ് നടത്തുന്നവർക്ക് 20,000 റിയാൽ വരെ പിഴ ചുമത്തും. കൂടാതെ വിദേശികളെ നാടുകടത്തുകയും ചെയ്യും. പരിഷ്കരിച്ച ഗതാഗത നിയമപ്രകാരം അനധികൃത ട്രാൻസ്പോർട്ടേഷൻ സർവീസുകൾക്കുള്ള ശിക്ഷ വർദ്ധിപ്പിച്ചതായി സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. അൽ ഖദ്ദാദ എന്ന ടാക്സി സേവനങ്ങൾ നടത്തുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് അതോറിറ്റി നൽകുന്നത്. യാത്രക്കാരെ പ്രലോഭിപ്പിച്ച് ക്ഷണിച്ചു വരുത്തുക, വിളിക്കുക, അവരെ പിന്തുടരുക, യാത്രക്കാരുടെ വഴി തടസ്സപ്പെടുത്തുക, യാത്രക്കാരെ ആകർഷിക്കാൻ നിശ്ചിത സ്ഥലങ്ങളിൽ ചുറ്റിത്തിരിയുക, കൂട്ടം കൂടുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ ഗണത്തിൽപ്പെടുന്നത്. ഇത്തരം നിയമലംഘനങ്ങൾക്ക് 11,000 റിയാൽ പിഴ ചുമത്തുന്നതോടൊപ്പം 25 ദിവസം വരെ വാഹനം കണ്ടുകെട്ടും. ലൈസൻസ് ഇല്ലാതെ ടാക്സി സർവീസോ മറ്റു ട്രാൻസ്പോർട്ടേഷൻ സർവീസുകളോ നടത്തിയാൽ 20,000 റിയാൽ വരെ പിഴയും 60 ദിവസം വരെ വാഹനം കണ്ടുകെട്ടലും ശിക്ഷ ലഭിക്കും. നിയമലംഘനത്തിന് പിടിക്കപ്പെടുന്ന വിദേശികളെ നാടുകടത്തും. കൂടാതെ വിദേശികളുടെ വാഹനം പൊതുലേലത്തിലൂടെ വിൽക്കാനും പുതിയ നിയമം അനുശാസിക്കുന്നു.
യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, നിയമലംഘനങ്ങൾ കുറയ്ക്കുക, സേവന നിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ. ജലീൽ കണമകലം, 24, ജിദ്ദ. സൗദിയിലെ ലുലു സ്റ്റോറുകളിൽ ഗൂഗിൾ പേ സൗകര്യം ഏർപ്പെടുത്തി. ഗൂഗിൾ പേ സേവനമൊരുക്കുന്ന സൗദിയിലെ ആദ്യ റീറ്റെയിലറാണ് ലുലു. ദേശീയ പേയ്മെന്റ് സംവിധാനമായ മട വഴിയാണ് ഗൂഗിൾ പേ, ഗൂഗിൾ വാലറ്റ് സേവനം ലുലു സ്റ്റോറുകളിൽ സാധ്യമാക്കിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറുകൾ വഴി ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ പേ സൗകര്യം ഉപയോഗിക്കാം. ടാപ്പ് ടു പേ വഴി ഉപയോക്താക്കൾക്ക് ഇടപാടുകൾ വേഗത്തിലും സുരക്ഷിതമായും പൂർത്തിയാക്കി മടങ്ങാൻ ഗൂഗിൾ പേ സഹായിക്കും. ഗൂഗിൾ വാലറ്റ് ആപ്ലിക്കേഷനിലൂടെ ഡെബിറ്റ്, ക്രെഡിറ്റ്, ലോയൽറ്റി കാർഡുകൾ ഉപയോഗിക്കാനും കഴിയും. അൽറാജി, റിയാദ് ബാങ്ക് ഇടപാടുകാർക്കാണ് ആദ്യഘട്ടത്തിൽ സേവനം ലഭിക്കുക. മറ്റു ബാങ്കുകളിലെ ഉപയോക്താക്കൾക്കും സൗകര്യം ഉടൻ തന്നെ ലഭ്യമാക്കുമെന്ന് ലുലു അറിയിച്ചു. അമേരിക്കയിലെ ഡാലസിൽ കേരള ലെജൻഡ്സ് ക്രിക്കറ്റ് ടീം വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മേയർമാരായ സജി ജോർജ്, അമീർ ഒമർ എന്നിവർ ചേർന്ന് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഡാലസിൽ കേരള ലെജൻഡ്സ് ക്രിക്കറ്റ് അസോസിയേഷനോട് കൂടിയാണുള്ളത്. കൂട്ടായ്മയുടെ വേദിയായി ഡാലസിലെ കേരള ലെജൻഡ്സ് ക്രിക്കറ്റ് ക്ലബ് സംഘടിപ്പിച്ച ഓണാഘോഷം. അതെ, നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള സഹജീവികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ സാമൂഹികപരമായി വളരെ ഒത്തിരി കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഡാലസിലെ സെന്റ് മേരീസ് ജാക്കോബൈറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ മേയർ സജി ജോർജ്, മേയർ അമീർ ഒമർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചെണ്ടമേളവും താലപ്പൊലിയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വിവിധ കലാപരിപാടികൾ കൊണ്ട് സമ്പന്നമായ ഈ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് കേരള ലെജൻഡ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ പ്രസിഡന്റ് ബിയോൺ മാത്യു, വൈസ് ക്യാപ്റ്റൻ അലക്സ് പുന്നൂസ്, ട്രഷറർ സുശാന്ത് മാത്യു എന്നിവരാണ്. USA. KS ചിത്രയുടെ സ്വരമാധുരിയിൽ അലിഞ്ഞ ശ്രാവണം. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്ന ചിത്രയുടെ ഗാനമേള കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷ പരിപാടിയായ ശ്രാവണത്തോടനുബന്ധിച്ച് പ്രശസ്ത പിന്നണി ഗായിക KS ചിത്രയും സംഘവും അവതരിപ്പിച്ച ഗാനമേള ശ്രദ്ധേയമായി. KS ചിത്രയോടൊപ്പം പ്രശസ്ത ഗായകരായ മധു ബാലകൃഷ്ണൻ, നിഷാദ്, അനാമിക എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു. രാജഹംസമേ, മാലേയം മാറോടണഞ്ഞു, കല്യാണത്തേന്നില തുടങ്ങിയ ക്ലാസിക് ഗാനങ്ങൾക്കൊപ്പം പുതിയ കാല ഹിറ്റുകളും ഓണപ്പാട്ടുകളുടെ ഫ്യൂഷനും കോർത്തിണക്കിയായിരുന്നു ഇത്തവണത്തെ ഗാനമേള. ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ശ്രാവണം ജനറൽ കൺവീനർ വർഗീസ് ജോർജ് തുടങ്ങിയ ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. 24 ബഹ്റൈൻ. ഇന്ത്യൻ ക്ലബ് ബഹ്റൈന്റെ പ്രസിഡന്റായി ജോസഫ് ജോയിയെ തിരഞ്ഞെടുത്തു. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ നേതൃത്വത്തിൽ ജോസഫ് ജോയിക്ക് ആദരവ് നൽകി. ബഹ്റിൻ ഇന്ത്യൻ ക്ലബിൽ 2025-27 കാലയളവിലേക്ക് നടന്ന പുതിയ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പിൽ ജോസഫ് ജോയി, അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകുന്ന പാനലാണ് മികച്ച വിജയം നേടിയത്. കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ ടീം ഡൈനാമിക്, റിവൈവൽ എന്നീ 2 ടീമുകളായി 10 സീറ്റുകളിലേക്ക് നടന്ന മത്സരങ്ങളിൽ 9 സീറ്റുകളിലും ടീം ഡൈനാമിക് വിജയിക്കുകയും ടെന്നീസ് സെക്രട്ടറി സ്ഥാനം ടീം റിവൈവൽ നേടുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി ജോസഫ് ജോയി, വൈസ് പ്രസിഡന്റായി VM വിദ്യാധരൻ, ജനറൽ സെക്രട്ടറിയായി R അനിൽകുമാർ, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിയായി മനോജ് കുമാർ, ട്രഷററായി സുരേഷ് ദേശികൻ, അസിസ്റ്റന്റ് ട്രഷറർ C ബാലാജി, എന്റർടൈൻമെന്റ് സെക്രട്ടറിയായി S നന്ദകുമാർ, അസിസ്റ്റന്റ് എന്റർടൈൻമെന്റ് സെക്രട്ടറി S വിനു ബാബു, ബാഡ്മിന്റൺ സെക്രട്ടറി ബിനു പാപ്പച്ചൻ, ക്രിക്കറ്റ് ആൻഡ് ഹോക്കി സെക്രട്ടറി റമി പ്രസാദ് പ്രിൻഡോ, ഇൻഡോർ ഗെയിം സെക്രട്ടറി CA ഷാജിമോൻ, ടെന്നീസ് സെക്രട്ടറിയായി അനൂപ് ഗോപാലകൃഷ്ണൻ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് ജോയിയെയും ജോയിന്റ് സെക്രട്ടറി മനോജ് കുമാറിനെയും ബഹ്റിൻ മീഡിയ സിറ്റി ആദരിച്ചു. ബഹ്റിൻ മീഡിയ സിറ്റിയുടെ
30 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ശ്രാവണ മഹോത്സവം 2025ന്റെ ഭാഗമായി നടന്ന ഓണപ്പാട്ട് മത്സരവേദിയിൽ ഇരുവരെയും ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രാവണ മഹോത്സവം 2025 കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനിലത്ത് എന്നിവർ പൊന്നാട അണിയിച്ചാണ് ആദരിച്ചത്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനും മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ എല്ലാവിധ ആശംസകളും ഇരുവർക്കും ഫ്രാൻസിസ് കൈതാരത്ത് നേരുകയും ചെയ്തു. ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് ജോസഫ് ജോയി, ജോയിന്റ് സെക്രട്ടറി മനോജ് കുമാർ, ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ പ്രസിഡന്റ് സ്മിത ജെൻസൺ, വിശിഷ്ടാതിഥികളായി അൽമുല്ല കാർഗോ MT ആനന്ദ്, അദ്ദേഹത്തിന്റെ പത്നിയും ഭവൻ സ്കൂളിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് HODയുമായ സുധ ആനന്ദ് എന്നിവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിൽ ശ്രാവണ മഹോത്സവം 2025 സംഘാടക സമിതി അംഗങ്ങളും ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും BMC കുടുംബാംഗങ്ങളും പങ്കെടുത്തു. 24 ബഹ്റൈൻ. ജിദ്ദയിൽ KMCC പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്യാമ്പും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ, ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് EP ബാബു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറംതള്ളാനുള്ള ഒറ്റമൂലിയാണ് SIR എന്നും അത് പ്രവാസികളെ കാര്യമായി ബാധിക്കുമെന്നും അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ പറഞ്ഞു. പരിപാടി KMCC സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. S ഉബൈദുള്ള തങ്ങൾ, AK ബാവ, അഷ്റഫ് താഴേക്കോട്, അഷ്റഫ് മുല്ലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് നബിയുടെ 1500 ജന്മദിനത്തോടനുബന്ധിച്ച് ഈജിപ്തിൽ RSCയുടെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ കോൺക്ലേവ് സംഘടിപ്പിച്ചു. സ്വദേശികളും വിദേശികളുമായി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ വീഡിയോയിലൂടെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തു. കെയ്റോയിലെ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിലാണ് RSC ഗ്ലോബൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സയ്യിദുൽ ബഷർ ഇന്റർനാഷണൽ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും വിദ്യാർത്ഥികളും കോൺക്ലേവിൽ പങ്കെടുത്തു. അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദാവ മുൻ മേധാവിയും റിലീജിയസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറുമായ ഡോക്ടർ ജമാൽ ഫാറൂഖ് ദഖാഖ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വീഡിയോയിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്തു. മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള എഴുത്തുകളിലെ വൈവിധ്യം എന്ന പ്രമേയത്തിൽ അക്കാദമിക് സെമിനാറും സ്റ്റുഡൻസ് കമ്മ്യൂണും ക്ലോസിംഗ് സെറമണിയും കോൺക്ലേവിന്റെ ഭാഗമായി നടന്നു. ഇന്ത്യ, ഈജിപ്ത്, സോമാലിയ, നൈജർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, സിറിയ, മലേഷ്യ, ചൈന, അമേരിക്ക, നൈജീരിയ, യമൻ, സുഡാൻ, സ്പെയിൻ, ചാഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ പങ്കെടുക്കുകയും വ്യത്യസ്ത ഭാഷകളിലുള്ള പരമ്പരാഗത നബി കീർത്തനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. റിസാല സ്റ്റഡി സർക്കിൾ ഗ്ലോബൽ ചെയർമാൻ ഫൈസൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മൻസൂർ ആദനി സ്വാഗതവും ഉവൈസ് കൊതുബി ബാലുശ്ശേരി നന്ദിയും പറഞ്ഞു. 24 ജിദ്ദ. സൗദി മലയാളി കൂട്ടായ്മയായ ജുബൈൽ മലയാളി സമാജം കുടുംബസംഗമം സംഘടിപ്പിച്ചു. മധുരം വിതരണത്തോടൊപ്പം സമാജം അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് തോമസ് മാത്യു മാമൂടൻ അധ്യക്ഷത വഹിച്ചു. ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ സാമൂഹ്യ ഐക്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജനറൽ സെക്രട്ടറി ബൈജു അഞ്ചൻ സ്വാഗതവും ജാഫർ താനൂർ നന്ദിയും പറഞ്ഞു. ട്രാവൽ ടൂറിസം രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ഗോ കൈറ്റിന്റെ പുതിയ ശാഖ റാസൽ ഖൈമയിൽ പ്രവർത്തനം തുടങ്ങി. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗോ കൈറ്റിന്റെ UAEയിലെ 5ാമത്തെ ഷോറൂമാണ് ഇത്. റാസൽ ഖൈമ അൽ നഖീലിലാണ് ഗോ കൈറ്റിന്റെ പുതിയ ശാഖ ആരംഭിച്ചത്. നടനും അവതാരകനുമായ മിഥുൻ രമേശിന്റെ സാന്നിധ്യത്തിൽ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗോ കൈറ്റിന്റെ ആഗോളതലത്തിലെ 20ാമത്തെയും UAEയിലെ 5ാമത്തെയും ഷോറൂമാണ് ഇത്. UAEയിലുടനീളമുള്ള ഉപഭോക്താക്കളിലേക്ക് ഗോ കൈറ്റിനെ കൂടുതൽ അടുപ്പിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് റാസൽ ഖൈമയിലേക്കുള്ള തങ്ങളുടെ വരവെന്ന ഗോ കൈറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപകൻ സയ്യിദ് അമീൻ അഭിപ്രായപ്പെട്ടു. ടൂറിസം ഉൾപ്പെടെ റാസൽ ഖൈമയിലെ പുതിയ സാധ്യതകൾക്കനുസരിച്ച് ഉപഭോക്താക്കൾക്ക് അതിവേഗം സേവനം ലഭ്യമാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റാസൽ ഖൈമ റീസെന്റ് ഒരുപാട് ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനിലേക്കും നമ്മുടെ നാടുകളിലേക്കൊക്കെയുള്ള ഫ്ലൈറ്റ്സ് ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് ട്രാവലും അതിനനുസരിച്ച് റാസൽ ഖൈമ ടൂറിസവും എല്ലാം മാറി വരുന്നത്. നോർത്തേൺ എമിറേറ്റ്സിലേക്ക് നമ്മൾ ഇനി ഫുജൈറ, അതുപോലെ തന്നെ ദിബ്ബ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബ്രാഞ്ചസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. പ്രത്യേക അവധിക്കാല പാക്കേജുകൾ, ക്യൂറേറ്റഡ് ടൂറുകൾ, ഫാസ്റ്റ് ട്രാക്ക് വിസ പ്രോസസ്സിംഗ്, കോർപ്പറേറ്റ് ട്രാവൽ മാനേജ്മെന്റ്, ഹോട്ടൽ ബുക്കിംഗുകൾ, യാത്ര, ഇൻഷുറൻസ് തുടങ്ങിയ സമ്പൂർണ്ണ സേവനങ്ങൾ റാസൽ ഖൈമയിലെ ശാഖയിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ഗോ കൈറ്റ് ട്രാവൽ ആൻഡ് ടൂർസ് ബിസിനസ് ഹെഡ് ഷംനാസ്, ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് മാനേജർ പോപ്സൺ ജോസഫ്, ജനറൽ മാനേജർ കോമൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 ദുബായ്.
ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ കുടുംബം കൊല്ലപ്പെട്ടുവെന്ന് ജെയ്ഷെ-ഇ-മുഹമ്മദ്. ആദ്യമായാണ് ജെയ്ഷെ-ഇ-മുഹമ്മദ് ഇക്കാര്യം സമ്മതിക്കുന്നത്. ജെയ്ഷെ-ഇ-മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരിയുടെ വീഡിയോയാണ് പുറത്തുവന്നത്. മെയ് 7 നടന്ന ഓപ്പറേഷനിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇല്യാസ് കശ്മീരിയുടെ വീഡിയോ പുറത്തുവന്നത്. ഇന്ത്യയുടെ ആക്രമണം വലിയ ആഘാതമുണ്ടാക്കിയെന്ന് അംഗീകരിക്കുന്ന രീതിയിലാണ് വീഡിയോ. मौलाना मसूद अजहर की फैमिली के लोग बहने और बेटे और बच्चे रेजा रेजा हो गए, टुकड़ों में तकसीम हो गए, कीमा बन गए. ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം ശരിവെക്കുന്നതാണ് മസൂദ് ഇല്യാസിന്റെ പരാമർശം. ഇന്ത്യയുടെ അവകാശവാദം തെറ്റെന്നായിരുന്നു പാകിസ്ഥാന്റെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും അന്താരാഷ്ട്ര നിരീക്ഷക സംഘവും വിശദീകരിച്ചിരുന്നത്. 24 ഡൽഹി. ഇന്ത്യയ്ക്ക് മേൽ US ചുമത്തിയ അധിക തീരുവ പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ചർച്ചകളിലെ പുരോഗതിയെന്ന് ഇന്ത്യ ആസ്ഥാനമായുള്ള ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവിന്റെ റിപ്പോർട്ട്. അമേരിക്ക നിലപാട് മയപ്പെടുത്തിയില്ല എങ്കിൽ വ്യാപാര കരാർ വൈകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്വതന്ത്ര വ്യാപാര കരാറിന് മുന്നോടിയായി ഡൽഹിയിൽ ഇന്ത്യൻ അമേരിക്കൻ വാണിജ്യ പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. US ഇന്ത്യയ്ക്ക് മേൽ 50% തീരുവ ചുമത്തിയ ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളും മുഖാമുഖം ചർച്ച നടത്തുന്നത്. ഓഗസ്റ്റ് അവസാനം നടക്കേണ്ടിയിരുന്ന ചർച്ചയാണ് തീരുവയിലുടക്കി വൈകിയത്. ഇന്ത്യയിലെ കാർഷിക ക്ഷീരമേഖലകൾ തുറക്കണമെന്നതാണ് USന്റെ പ്രധാന ആവശ്യം. എന്നാൽ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളുടെയും ഉപജീവന മാർഗമായതിനാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. പ്രതീക്ഷ നൽകുന്നതായിരുന്നു കൂടിക്കാഴ്ചയെന്നായിരുന്നു ചർച്ചയ്ക്ക് ശേഷം US വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് പ്രതികരിച്ചത്. എങ്കിലും അധിക തീരുവ നടപടി പിൻവലിക്കാതെ ഉടൻ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി കരാറിന് സാധ്യതയില്ല. കരാറിനായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും പൊതുവേദികളിൽ ഇപ്പോഴും US ഉദ്യോഗസ്ഥർ ഇന്ത്യക്കെതിരെ വിമർശനാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. കാർഷിക സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കാതെ എത്രത്തോളം ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നതാണ് വെല്ലുവിളി. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. കർണാടകയിൽ വീണ്ടും ബാങ്ക് കൊള്ള. വിജയപുര ജില്ലയിലെ SBI ശാഖയിലാണ് കവർച്ച. 8 കോടി രൂപയും 50 പവൻ സ്വർണവും കൊള്ളയടിച്ചു. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ആണ് ചേരുന്നത്. റഹീസ്, എപ്പോഴാണ് ഈ ബാങ്ക് കൊള്ള സംഭവിച്ചത്? എത്രത്തോളം നഷ്ടം വന്നിട്ടുണ്ടെന്നാണ് ബാങ്ക് കണക്കാക്കുന്നത്? കവിത വൈകിട്ട് 7:30 കൂടിയിട്ടാണ് ഇത്തരത്തിൽ ബാങ്ക് കൊള്ള ഉണ്ടായതെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. അതായത് ബാങ്കിന്റെ ശാഖ അടയ്ക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഒരു കൂട്ടം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ട് കവർച്ച നടത്തിയതെന്നാണ് ബാങ്ക് ജീവനക്കാർ പറയുന്നത്. വിജയപുര ജില്ലയിലെ SBI ശാഖയിലാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. 8 കോടി രൂപയും 50 പവൻ സ്വർണവുമാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. ഇതിൽ പലരും സൈനികരുടെ വേഷത്തിലൊക്കെ എത്തി എന്ന തരത്തിലുള്ള ചില മൊഴികളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 5 അംഗ സംഘം എന്നാണ് ബാങ്ക് ജീവനക്കാർ പറയുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഈ കൊള്ളസംഘം സഞ്ചരിച്ച വാഹനം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. ഈ കവർച്ചയ്ക്ക് പിന്നിൽ മഹാരാഷ്ട്ര സ്വദേശികളെന്നാണ് പോലീസ് ആദ്യഘട്ടം മുതൽ സംശയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. കാറിനുള്ളിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണത്തിന്റെ ഒരു ഭാഗവും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എത്ര പവനുണ്ട് എന്നുള്ളത് വ്യക്തമല്ല. 50 പവനാണ് ആകെ കവർന്നുകൊണ്ട് പോയിട്ടുള്ളത്. അതിൽ എത്ര പവൻ സ്വർണം ഇതിലുണ്ട് എന്നുള്ളത് വ്യക്തമല്ല. ഇതിനിടെ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഈ കാറ് ഒരു ആട്ടിൻകൂട്ടത്തെ ഇടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഘം വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട് കടന്നത്. എന്തായാലും ആരെയും നിലവിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സംഘം എവിടെ നിന്നുള്ളവരാണ് എന്നത് പോലീസിന് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2 മാസം മുൻപാണ് സമാനമായി കർണാടകയിൽ ഇത്തരത്തിൽ മറ്റൊരു ബാങ്ക് മോഷണവും നടന്നിട്ടുള്ളത്. അതിന്റെ പ്രതികളൊക്കെയും ഉത്തരേന്ത്യൻ സ്വദേശികളായിരുന്നു. അവരെയൊക്കെ പിടികൂടിയിരുന്നു. ഈ സംഘങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. എന്തായാലും വൻ കവർച്ചയാണ്. 8 കോടി രൂപയും 50 പവൻ സ്വർണവുമാണ് കവർന്നിരിക്കുന്നത്. പ്രവിത, 8 കോടി രൂപയും 50 പവൻ സ്വർണവുമാണ് കവർന്നിരിക്കുന്നത്. വൈകിട്ട് 7:30 ഈ സംഭവമെന്നാണ് മുഹമ്മദ് റഹീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യഗ്രഹം തുടങ്ങി. MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, AK മഷ്റഫ് എന്നിവരാണ് സഭയ്ക്കുള്ളിൽ സത്യഗ്രഹം ഇരിക്കുന്നത്. പോലീസ് അതിക്രമത്തിൽ നടപടിയെടുക്കാൻ സർക്കാരിന് മേൽ സത്യഗ്രഹത്തിലൂടെ സമ്മർദ്ദമേറ്റുകയാണ് ലക്ഷ്യം. ലോക്കപ്പ് മർദ്ദനത്തിന് തെളിവായി CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ കർശനമായ നടപടി ആവശ്യപ്പെട്ടാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷ നേതാവ് അനിശ്ചിതകാല സത്യാഗ്രഹം പ്രഖ്യാപിച്ചത്. ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച്
ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം 2 MLA-മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് പോലീസ് അതിക്രമത്തിനെതിരെ ജനവികാരം ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം സഭയ്ക്കകത്ത് അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയിരിക്കുന്നത്. വെള്ളിയാഴ്ച സഭ പിരിയുന്നതിനകം പോലീസുകാരുടെ പിരിച്ചുവിടലിൽ തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ സഭയ്ക്ക് പുറത്തേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. അതിശക്തമായ പോരാട്ടം കേരളത്തിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് UDF നടത്തും. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാകുന്ന ജനകീയ വിഷയങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾ കുടുങ്ങിയിരിക്കുകയായിരുന്നു പ്രതിപക്ഷം. അതിൽ നിന്ന് പുറത്തു കടക്കുക എന്ന ഉദ്ദേശവും സഭാകവാടത്തിലെ സമരത്തിന് പിന്നിലുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.